കണ്ണുകളും അടച്ചൊരു നിമിഷം പ്രാർത്ഥിച്ച ദൈവത്തോട്, കർത്താവെ, ഞാൻ ഇന്ന് വന്നത് വെറുതെ ആകല്ലേ, എന്നെ വെറുതെ പറഞ്ഞയക്കരുത്. യേശുവിന്റെ അടുത്ത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഉയർന്നവനും താഴ്ന്നവനും സമ്പന്നനും ദാരിദ്ര്യനും പ്രമാണിമാരും സാധുക്കളും ഒക്കെ വന്നപ്പോൾ കർത്താവിന്റെ അടുത്ത് വന്നവരെ ആരും കർത്താവ് നിരാശയോടെ വിട്ടില്ല. ഒരുപക്ഷെ പലയിടങ്ങളിലും അവര് പറയുന്നതിന് മുൻപേ അവരുടെ വിഷയം ആത്മാവിൽ കണ്ട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞുറപ്പിച്ചു വിടുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം സംസാരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി ആരും എടുക്കരുത്. ഞാൻ എന്നും പറയാറുള്ളത് പോലെ, ദൈവം സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി എടുക്കരുത്. യൂട്യൂബ് തുറന്നാൽ ദൈവം സംസാരിക്കുന്ന ശുശ്രൂഷകൻ നമുക്ക് കേൾക്കാം. പല കൺവെൻഷനുകളിൽ, പല മീറ്റിങ്ങുകളിൽ പോകുമ്പോൾ ദൈവം സംസാരിക്കുന്നത് കേൾക്കാം. എവിടെ ചെന്നാലും ദൈവം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ ദൈവം സംസാരിക്കുന്നത് ചെറുതായി കാണരുത്. സാധുക്കളായ നമ്മളോട് ദൈവം ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കരുണയാണ്, വലിയ മഹത്വമാണെന്ന് ഇടയാകുന്ന നമ്മളോട് സംസാരിക്കാൻ മനസ്സ് കാണിക്കുന്ന സകലത്തിന്റെയും ഉടയവനാകുന്ന ദൈവം മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ? അതെങ്ങനെ ചെറിയ കാര്യമാകും? അതുകൊണ്ട് അതേ ഗൗരവത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നോട് സംസാരിക്കണം. മാനുഷിക ശബ്ദമല്ലപ്പാ, അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണം. ആ മൃദുസ്വരം ഞങ്ങളെ കേൾപ്പിക്കണമേ. സൊബേലിന്റെ വാക്കിന്റെ മുൻപിൽ തന്റെ ദൗത്യം മറന്ന് മരിക്കുവാൻ തീരുമാനിച്ച ദൈവത്തിന്റെ പർവ്വതത്തെ ലക്ഷ്യമാക്കി നടന്നവൻ, എന്നാൽ ഒരു ഗുഹയുടെ ഇരുട്ടിന്റെ ഉള്ളറകളിൽ പുതച്ചുകൂടി പാത്തു പതുങ്ങി അവൻ മറഞ്ഞിരിക്കുമ്പോൾ അവനെ പുറത്തു കൊണ്ടുവന്നത് ഭൂകമ്പമല്ല. അവനെ ആ ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്, അവനെ ധൈര്യത്തോടെ എഴുന്നേൽപ്പിച്ചത്, ദൗത്യത്തിനു വേണ്ടി അവനെ വീണ്ടും പ്രചോദിതനാക്കിയത് ഭൂകമ്പത്തിന്റെ ശബ്ദമല്ല, കാറ്റിന്റെ ശബ്ദമല്ല, മറിച്ചൊരു മൃദുസ്വരമാണ്. എലിയാവേ എന്ന് വിളിച്ചൊരു മൃദുസ്വരമാണ്. എലിയാവേ എന്ന് വിളിച്ചൊരു മൃദുസ്വരമാണ്. എലിയാവേ എന്ന് വിളിച്ചൊരു മൃദുസ്വരം. ഒരു സ്വരം കേട്ടിട്ടാണ് അവൻ ഒതുങ്ങിപ്പോയത്. ഒരു വാർത്ത കേട്ടിട്ടാണ് അവൻ ഒതുങ്ങിപ്പോയത്. എന്നാൽ മറ്റൊരു സ്വരം അവനെ പുറത്തു കൊണ്ടുവന്നു. മറ്റൊരു സ്വരം അവനെ പുറത്തെടുത്തു. എന്റെ ദൗത്യം തീർന്നിട്ടില്ല, എന്റെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല, നിന്നെ ഞാൻ വേർതിരിച്ചു വിളിച്ചിറക്കിയതിന്റെ ഉദ്ദേശം അവസാനിച്ചിട്ടില്ല എന്നവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു മൃദുസ്വരമാണ് അവനെ പുറത്തു കൊണ്ടുവന്നത്. എന്റെ കൂടെ നീ തുടരുക എന്നല്ല ദൈവം പറഞ്ഞു. തിരിച്ചു നടക്ക്, തിരിച്ചു നടക്ക്. എവിടെ നിന്റെ തല കൊയ്യുമെന്ന് പറഞ്ഞു അവിടേക്ക് തന്നെ തിരിച്ചു നോക്കൂ. നിനക്കെതിരെ വെല്ലുവിളി ഉയർത്തിയതിനെ തകർക്കാനുള്ള ഒന്നിനെ അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരാൻ എന്നിലൂടെ ഒരു
പദ്ധതി എനിക്കുണ്ട്. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ആ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങളെ വചനം പഠിപ്പിക്കണം, പ്രാപിക്കാൻ സഹായിക്കണം. വചനം കേട്ട് ചതിക്കപ്പെടാൻ ഇടയാകരുത്. അത് ജീവിതത്തിൽ അനുസരിച്ച് ക്രിസ്തീയ ജീവിതത്തിന്റെ ഭദ്രതയെ അനന്യമായി കർത്താവിന്റെ വരവ് വരെ കാക്കാനുള്ള കൃപ തരണം. കടന്നു വന്ന ജനത്തിനെ വെളിപ്പെടുന്ന വചനത്താൽ അനുഗ്രഹിക്കണം. സൂവിലായിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, ഇവിടെ ഇരിക്കുന്നവരെയും ലൈവിൽ സംബന്ധിക്കുന്നവരെയും ഒരുപോലെ വചനത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. വേഗം ഓടിച്ചെന്ന് വിടുവിക്കുന്ന വചനത്തിന്റെ ശക്തി എല്ലാ ഏടുകളിലും ഇന്ന് പകലിറങ്ങണം. വചനത്തിന്റെ മാർമിക രഹസ്യങ്ങളെ, വെളിപ്പാടിനെ ഞങ്ങൾക്ക് തരണം. ഞങ്ങൾക്കല്ല യഹോവേ, അവിടുത്തെ നാമം മഹത്വത്തിനാക്കി ശുശ്രൂഷകളെ തീർക്കണം. ഹൃദയങ്ങളെ വിവേചിക്കണം, രഹസ്യങ്ങളെ വെളിപ്പെടുത്തണം. മറനീക്കി സ്വർഗീയ വെളിപ്പാട് തരണം. ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി നിലകൊള്ളുന്ന മാനുഷിക പൈശാചിക മേഖലകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ അഭിഷക്തൻ എന്ന പദവിയിൽ നിന്നും അധികാരത്തിൽ നിന്നും ഞാൻ പിശാചിന്റെ മാനുഷിക മണ്ഡലങ്ങളോട് കൽപ്പിക്കുന്നു, ദൈവാത്മാവിന് കീഴടങ്ങുക. ദൂതന്മാരെ കൽപ്പിക്കും. ആരംഭം മുതൽ അവസാനത്തോളം തമ്പുരാന്റെ കൃപ വ്യാപരിക്കും. ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദവും ഉയർത്തി മഹത്വം ദൈവത്തിന് കൊടുക്കാം. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭ സെക്ഷൻ ലീഡ് ചെയ്യുവാൻ വാത്സല്യ സഹോദരനെ കർത്താവ് സഹായിച്ചു. കൂടാതെ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, സൂമിലായിരിക്കുന്നവർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നടുവിൽ ചില പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. സിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടല്ലേ? പ്രിയ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരിയാണ് പ്രിയ മോളെന്ന് ചോദിച്ചു. പ്രത്യേക നിങ്ങൾക്കുള്ള സ്വാഗതം ഞാൻ ഈ മീറ്റിംഗിലേക്ക് അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൂരത്തു നിന്നാണ് ഈ പ്രിയപ്പെട്ടവരൊക്കെ വന്നത് അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഒരു ബുധനും കൂടെ കർത്താവിനെ ആരാധിപ്പാൻ ഈ ഭൂപരപ്പിൽ ഒരു അവസരം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നു. എത്രയോ പ്രിയപ്പെട്ടവർ മരണമെന്ന തിരശ്ശീലയിൽ മറഞ്ഞപ്പോൾ ദൈവം തന്ന ആയുസ്സും ദൈവം തന്ന ആരോഗ്യവും കർത്താവിനെ മഹത്വപ്പെടുത്താൻ, ദൈവസന്നിധിയിൽ ചെലവിടാൻ ദൈവം നമുക്ക് തന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയും. 21 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് എന്നുള്ള കാര്യം ഏവർക്കും അറിയാമല്ലോ. കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നതിന് കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുക. നമ്മുടെ പല പ്രിയപ്പെട്ടവരും കടന്നു വരാനുണ്ട്. പനിയുടെ അസ്വസ്ഥതയാൽ പലരും രോഗത്താൽ ഭാരപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. വരുന്ന ആഴ്ചകളിൽ ദൈവം അവരെല്ലാം കൂട്ടി വരുത്തട്ടെ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വചനം ധ്യാനിക്കാനുള്ള സമയമാണ്. പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വലിയ സാന്നിധ്യം
വീണ്ടും ഒരിക്കൽ കൂടി അനുഭവിക്കാൻ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് അനുഭവിക്കാൻ കഴിഞ്ഞവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരേറ്റു. ഇനി അല്പസമയം വളരെ സമാധാനത്തോടെ, വലിയ ബഹളമൊന്നുമില്ലാതെ, വളരെ സമാധാനത്തോടെ കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയം തുറന്ന് നമുക്കൊന്ന് കേൾക്കാം. ഹൃദയം തുറന്ന് കേട്ടിട്ട് നമുക്ക് അവസാനം ഒരുമിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. 1-2 ദൂതുകൾ ഒഴിച്ചാൽ മറ്റു ദൂതുകളൊന്നുമില്ല. പ്രധാനപ്പെട്ട 1-2 ദൂതുകൾ മാത്രമേ ഉള്ളൂ. അത് പ്രാപിച്ചുകൊണ്ട് ഇന്ന് മടങ്ങാവുള്ളൂ. എന്റെ പ്രസംഗത്തിൽ ഞാൻ ഒരുപാട് ദൂത് പറയുന്ന ആളല്ല. ഒരുപാട് ദൂത് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ആ നിലയിൽ ശുശ്രൂഷകളെ ഉപയോഗിക്കുന്ന ചില മേഖലകളിൽ മാത്രമായിരിക്കും ഒരുപാട് ദൂതുകൾ. ഇല്ലാത്ത പക്ഷം വചനത്തെ അവരെ പഠിപ്പിച്ച് ആധികാരികമാകുന്ന ദൈവം തരുന്ന ദൂത് കൈമാറി അത് പ്രാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാർത്ഥന. പ്രധാനപ്പെട്ട ഒരു ദൂത് കർത്താവ് തന്നിട്ടുണ്ട്. അതായിരിക്കും അടിസ്ഥാന ദൂത്. അത് തികച്ചും വ്യക്തിപരമാണെന്ന് പ്രാരംഭത്തിലെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതും നിങ്ങൾക്കറിയാം, ലേഖനങ്ങളിൽ നിന്നാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ലേഖനങ്ങളിലേക്ക് വരാം. അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കും. ആകയാൽ എന്റെ അനുകാരികൾ ആകുവിനെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആകയാൽ എന്റെ അനുകാരികൾ ആകുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ പ്രിയമകനുമായ തിമോത്തിയോസിനെ ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എന്റെ മകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഞാൻ എങ്ങും ഏത് സഭയിലും ഉപദേശിക്കുന്നത് പോലെ ക്രിസ്തുവിലുള്ള എന്റെ വഴികൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഈ വചനത്താൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരാമേൻ ചേർന്ന് പറഞ്ഞേ. ഇന്ന് ചിന്തിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ എന്റെ അനുകാരികൾ ആകുവിൻ. നിങ്ങൾ എന്റെ അനുകാരികൾ ആകുവിൻ. എങ്ങനെ ആകണം, എങ്ങനെ അനുകാരികളാകണം എന്നാണ് പൗലോസ് പറഞ്ഞത്. എന്താണ് അതിന്റെ ഉള്ളടക്കം? ഒന്ന്, അതാണ് വിഷയം. 2, എന്റെ വഴികൾ. ആ 2 പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ 2 പദം വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ഇട്ടോ. ബൈബിളിൽ വരയ്ക്കുന്നവരാണെങ്കിൽ മാത്രം ഒന്ന് അണ്ടർലൈൻ ഇട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. 1, എന്നെ അനുകരിക്കണം. 2, എന്റെ വഴികളിൽ നടക്കണം. ഈ 2 വിഷയമാണ് ക്രിസ്തുവിൽ ഇന്ന് പകൽ നിങ്ങളെ പഠിപ്പിക്കാനും ധ്യാനിക്കാനും പ്രാപിക്കാനും ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ രാത്രിയിൽ മണിക്കൂറുകളിലിരുന്ന് ദൈവസന്നിധിയിൽ പഠിച്ചതും എന്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് തന്നതും നിങ്ങൾക്കത് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കത് പ്രയോജനമായി. സ്തോത്രം. എന്നെ ഒന്നുകൂടെ കണ്ടുണരാൻ കൃപയാൽ ഒരു ശുശ്രൂഷകനായതുകൊണ്ട് തന്നെ
എനിക്കത് ഉപകാരപ്പെട്ടു എന്നുള്ളത്. എനിക്ക് ഉപകാരപ്പെട്ടത് നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമുക്കറിയാം കൊരിന്ത്യർക്ക് 2 ലേഖനമാണ് പൗലോസ് എഴുതിയത്. ചില ചരിത്രകാരന്മാർ പറയുന്ന 3 കത്ത് പൗലോസ് എഴുതിയെന്നാ പറയുന്നത്. 3 കത്ത്. അതിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയെന്നാണ് ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം ലേഖനങ്ങൾ കൃത്യമായി പൗലോസിന് എത്തിക്കുവാനിടയായി തീർന്നു. അപ്പൊ കൊരിന്ത്യർക്ക് 2 ലേഖനമാണ് പൗലോസ് എഴുതിയത്. 1-ാം ലേഖനം, 2-ാം ലേഖനം. 2-ാം ലേഖനത്തെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പ്രസംഗിച്ചപ്പോൾ ഇവിടെ അതിന്റെ ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. 1-ാം ലേഖനത്തിലേക്ക് വേഗത്തിൽ വരികയാണ്. നമുക്കറിയാം, ഈ ലേഖനത്തിൽ പൗലോസ് സഭയോട് പറയുന്ന ആധികാരികമാകുന്ന ഒരു കാര്യം, കൊരിന്തിലുള്ള വിശ്വാസികളായ ദൈവമക്കൾ, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ വഴിവിട്ട സമൂഹത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. മനസ്സിലായോ? വഴിവിട്ട ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ കോരിന്ത് എന്ന് പറയുന്ന പട്ടണം വാണിജ്യമാകുന്ന മേഖലയുള്ള പട്ടണമാണ്. ക്ഷേത്രങ്ങൾ ഒരുപാടുള്ള പട്ടണമാണ്. അവിടെ കൊണ്ട് തീർന്നില്ല. സ്തോത്ര ഹല്ലേലൂയ. അനാശ്വാസമാകുന്ന പ്രവർത്തികൾ, വ്യഭിചാരമാകുന്ന പ്രവർത്തികൾ കൊടികൊണ്ട പട്ടണമാണ് കോരിന്ത്. അവിടെ നിന്നാണ് ദൈവം ചിലതിനെ വേർതിരിച്ചത്. അവരോട് പൗലോസ് പറയുന്നു, നിങ്ങൾ നിൽക്കുന്ന പൊതുസമൂഹം വഴിവിട്ട ജീവിത ശൈലികളിൽ പോകുമ്പോൾ അതിന്റെ നടുവിൽ എങ്ങനെ ജീവിക്കണമെന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തോത്രം. വഴിവിട്ട സമൂഹത്തിന്റെ മധ്യത്തിൽ നിന്നെ വാലല്ല തലയാക്കുമെന്നൊന്നും കൊടുത്തിട്ട് കാര്യമില്ല, തെറ്റിപ്പോകും. മനസ്സിലായോ? ആ സമൂഹത്തിന്റെ മധ്യത്തിൽ എങ്ങനെ നിൽക്കണമെന്നുള്ള ഉപദേശമാണ് കൊടുക്കണം. അത് കൃത്യം പൗലോസ് കൊടുക്കും. വലിയ പ്രശ്ന കലുഷിതമാകുന്ന കാര്യങ്ങൾ കോരിന്തിൽ അലതട്ടി പൊങ്ങിയപ്പോൾ പൗലോസ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താൻ തക്കതായ മറുപടി എഴുതിയ കത്താണ് 1-ാം ലേഖനം. ശക്തമായി അവരെ താക്കീത് ചെയ്തു, ശക്തമായി അവരെ ഉപദേശിച്ചു. ഞാനില്ലെങ്കിലും നിങ്ങളുടെ ദുർനടപ്പ് ഞാൻ അറിയുന്നു. സ്തോത്രം. നിങ്ങളുടെ ദുർനടപ്പ് ഞാൻ അറിയുന്നു. ദുർനടപ്പിനെതിരെ ശക്തമായ താക്കീത് പൗലോസ് നൽകുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ഒരു നിലയിൽ പൗലോസ് തക്കതായ താക്കീതും ഉപദേശങ്ങളൊക്കെ നൽകി അവരെ ഈ ഒരു വിശ്വാസ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്താനാണ് ഈ ലേഖനം എഴുതിയത്. അതിനൊരു കാര്യമുണ്ട്. പൗലോസ് പറയുന്നൊരു വാക്കാണ്, ഉപദേഷ്ടാക്കന്മാർ അനവധി കാണും. ഉപദേഷ്ടാക്കന്മാർ അനവധി കാണും, പക്ഷെങ്കിൽ സുവിശേഷത്തിൽ നിങ്ങളെ ജനിപ്പിച്ച ഒരു പിതാവേ ഉള്ളൂ, അത് ഞാനാകും. ചേർന്നൊരാമേൻ പറഞ്ഞു. ഉപദേഷ്ടാക്കന്മാർ പലതും കാണും, പക്ഷെങ്കിൽ സുവിശേഷത്തിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാകുന്നു. അപ്പൊ പൗലോസ് പറയുന്നത് അവരോട് വെറുത്തിട്ടല്ല, അവരെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഒരപ്പൻ തന്റെ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ പോകരുതെന്ന് വേണ്ടുന്ന ഗുണദോഷം നൽകി അവർക്ക് ബുദ്ധി ഉപദേശിച്ച് അവരെ വിശ്വാസ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരടിസ്ഥാനമാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കും.
അവിടെ 17-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഒരു വാക്കാ, ഇത് നിമിത്തം, അല്ലെ? ഇത് നിമിത്തം എന്ന് പറഞ്ഞാൽ 16-ാം വാക്യത്തിൽ പറഞ്ഞ വാക്കുണ്ടല്ലോ, നിങ്ങൾ എന്നെ അനുകരിക്കുക. അപ്പൊ അനുകരിക്കുക എന്ന പ്രവൃത്തി പ്രായോഗികമായി അവരുടെ ഇടയിൽ വരുത്തേണ്ടതിന്, എത്തിക്കേണ്ടതിന് തിമത്തിയോസിനെ അയക്കുവാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത് നിമിത്തം എന്ന പദം ഉപയോഗിച്ചത്. അനുകരിക്കുക എന്ന് പറഞ്ഞ കാര്യം തിമത്തിയോസിലൂടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. എങ്ങനെ? പ്രായോഗികമായി. മനസ്സിലായോ? പറച്ചില് പോരാ, പിന്നെന്താ? പ്രായോഗികമായി അതിനെ വെളിപ്പെടുത്തി കൊടുക്കാൻ തിമത്തിയോസിനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെടേണ്ടതിന് എഴുതിയ പദമാണ് ഇത് നിമിത്തം. ഏത് നിമിത്തം? എന്നെ അനുകരിക്കേണ്ടത് നിമിത്തം. എന്തുകൊണ്ടാണ് തിമത്തിയോസിനെ വിട്ടേ? അതിനൊരു കാരണമുണ്ട്. പൗലോസിന്റെ ജീവിത പാഠവങ്ങളെ അതേ നിലയിൽ കണ്ടും കേട്ടും പഠിച്ച പൗലോസിന്റെ നിജപുത്രൻ, പൗലോസിന്റെ മകനാണ് തിമത്തിയോസ്. പൗലോസിന്റെ അതേ പാഠവങ്ങളെ കൊരിന്ത്യ സഭയിൽ വെളിപ്പെടുത്തണമെങ്കിൽ പൗലോസിനെ അതേപോലെ പകർത്തിയ മറ്റൊരു മനുഷ്യനില്ല. സ്തോത്രം. തിമത്തിയോസ് എങ്ങനെ പൗലോസിനെ തന്റെ ജീവിതത്തിൽ പകർത്തിയോ അതേപോലെ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നാ പൗലോസ് പറഞ്ഞു. അത് നിങ്ങളെ വെളിപ്പെടുത്താൻ, പ്രായോഗികമായി നിങ്ങളിൽ അത് വെളിപ്പെടുത്താൻ ഞാൻ തിമത്തിയോസിനെ അയക്കുകയാണ്. പോളിനറിയാം വേറെ ആരെ അയച്ചിട്ട് എന്റെ ജീവിത പാഠവങ്ങളെ ഞാൻ പ്രായോഗികമായി ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ഒറ്റ ഒരുത്തനെ എന്റെ കൂടുള്ളൂ. അവന്റെ പേരാ തിമത്തിയോസ്. അവനെ ഞാൻ അയക്കും. ഒന്ന് ആലോചിച്ചേ, പൗലോസിന്റെ ക്രിസ്തീയ ജീവിതത്തെ അനുകരിപ്പാൻ, വെളിപ്പെടുത്താൻ തിമത്തിയോസിനെ അയക്കുക എന്ന് പറഞ്ഞാൽ തിമത്തിയോസിലുള്ള പൗലോസിന്റെ വിശ്വാസം എത്രയോ വലുതാണ്. ഞാനിപ്പോ ജോജി സഹോദരനോട് പറയാ, എന്റെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രായോഗിക ചിട്ടകൾ ഇത്രയും നാളും എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് മറ്റുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞ് ഞാൻ വിടണമെങ്കിൽ അത് പ്രായോഗികമായി ചെയ്യത്തക്കവണ്ണം ഇദ്ദേഹത്തിന് കഴിവുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ പുള്ളിയുടെ പേരും കളയും, എന്റെ പേരും പോയി കളയും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തിമത്തിയോസിനെ പൗലോസ് ഒരു സഭയിലേക്ക് വിടണമെങ്കിൽ അത്രത്തോളം തിമത്തിയോസ് പൗലോസിനെ പകർത്തി പഠിച്ചിട്ടുണ്ടെന്ന് തിമത്തിയോസിനല്ല പൗലോസിന് ബോധ്യപ്പെട്ടു. ചേർന്ന് രാമേ പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ, ദൈവരാജ്യം വചനത്താലല്ല. വായിച്ചിട്ടില്ലേ ഇതൊന്നും? 4-ാം അധ്യായത്തിൽ തന്നെ ദൈവരാജ്യം വചനത്തിലല്ല, പിന്നെ എവിടെ? ശക്തിയിലത്രേ. തെറ്റിദ്ധരിക്കല്ലേ? ദൈവരാജ്യവും വചനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. തെറ്റിദ്ധരിപ്പിക്കല്ലേ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ വചനമില്ല, കണ്ടോ, നല്ല അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. തെറ്റിദ്ധരിക്കരുത്. ആ ഒരു സാഹചര്യം വെച്ച പൗലോസ് പറഞ്ഞു. എന്താ സാഹചര്യം? പൗലോസ് അവിടെ നിന്ന് പോയപ്പോൾ പല ഉപദേഷ്ടാക്കന്മാർ
നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. പൗലോസ് അങ്ങോട്ട് പോയപ്പോൾ പല ഉപദേഷ്ടാക്കന്മാർ സഭയിൽ എഴുന്നേറ്റു. എന്ന് വെച്ചാൽ പാസ്റ്റ് ഇല്ലാത്തപ്പോ സെക്രട്ടറി ആള് വിളിക്കുന്ന പോലെ, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു. സ്വോത്രം, ഹല്ലേലൂയ. അപ്പൊ പൗലോസ് പോയപ്പോ കുറച്ച് ഉപദേഷ്ടാക്കന്മാർ എന്ത് ചെയ്തു? അവിടെ എഴുന്നേറ്റ് ശക്തമായ പ്രസംഗം, വാക്കുകളിട്ട് അമ്മാനമാടിക്കൊണ്ടുള്ള പ്രസംഗം. നമ്മൾ പറയത്തില്ല, ചിലരുടെ പ്രസംഗമൊക്കെ കേട്ട എവിടെ നിന്ന് ഈ വാക്കുകൾ വരുന്നു എന്ന്, ഇല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ട്? അല്ലെങ്കിൽ എവിടുന്ന് വാക്കുകൾ വരുന്നു എന്ന് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാ, കുഴപ്പമില്ല. സ്തോത്ര, ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് അമ്മാനമാടും. സ്തോത്ര. എബ്രഹാമിന്റെ ഒക്കെ പ്രസംഗം കേട്ട നമുക്കറിയാം. സ്തോത്ര, ഹല്ലേലൂയ. ഒരു വാക്കിന് തന്നെ ഒരു 7-8 തലങ്ങൾ കണ്ടിന്യൂ പറഞ്ഞ് സ്തോത്രം പ്രസംഗിക്കാറുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു കൃപയ. സ്തോത്രം. അപ്പം ഇവര് വാക്കുകളിട്ട് അമ്മാനമാടിക്കൊണ്ട് കോരിന്ത്യ സഭയിൽ ശക്തമേറിയ ഉപദേശ പ്രസംഗം. ഇത് പ്രസംഗിക്കാനുള്ള ധൈര്യം എന്താണെന്നറിയാമോ? ഇവര് വിചാരിച്ച് പൗലോസ് ഇനിയും ഇങ്ങോട്ട്, നിങ്ങൾ ഈ ലേഖനം ഒന്നും വായിച്ചിട്ടില്ല. സ്വോത്ര, ഇത് ചരിത്രമല്ലെന്ന് 1-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. മുതൽ വീട്ടിൽ ഇരിക്കുമ്പോ വായിച്ചു. സങ്കീർത്തനമൊക്കെ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ലേഖനമൊക്കെ ഒന്ന് വായിക്കേ. വേണ്ടെന്നല്ല, വായിക്കേ. സ്വോത്ര, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ ഞാനങ്ങ് പറഞ്ഞു വിടാം, ഇതിലേക്ക് വരണമല്ലോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടേ. സ്തോത്രം. അപ്പം പൗലോസ് ഇനിയും കോരിന്തിലേക്ക് വരത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ ഇവരങ്ങ് അഹങ്കരിച്ച് ശക്തമായ ഉപദേശ പ്രസംഗം മാത്രമേ ഉള്ളൂ കേട്ടോ, പ്രവൃത്തിയൊന്നും ഇല്ല. ശക്തമായ ഉപദേശ പ്രസംഗം, ശക്തമായിട്ട് ഇവരങ്ങ് ഉപദേശിച്ച് പ്രസംഗിക്കുക. പൗലോസ് വരത്തില്ലെന്നുള്ള അഹങ്കാരത്തിലാണ് ഇവരിത്. പൗലോസ് 4-ാം അധ്യായം പഠിക്കുമ്പോ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ചീർത്ത് വരിക. അങ്ങനെ എന്നെ പ്രസംഗിച്ച് അങ്ങ് ചീർത്ത് വരിക. സ്വോത്രം. നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ണം വെച്ച് വരിക എന്നല്ല, അതിന് വേറെ അർത്ഥമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവര് പൗലോസ് വരത്തില്ലെന്നുള്ള അഹങ്കാര ബുദ്ധിയിൽ ഉപദേശിച്ചു വരിക. ഉപദേശിച്ചു വന്നപ്പോഴാണ് പൗലോസ് എഴുതിയത് ദൈവരാജ്യം. അപ്പൊ വചനം പ്രസംഗിക്കാൻ ഇവർക്ക് നന്നായിട്ടറിയാം. പക്ഷെ പൗലോസ് പറയുന്ന കാര്യം, ഞാൻ വരുമ്പോ ശക്തി ഉണ്ടോന്നും കൂടെ, തീയെ കാറ്റേ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച നിന്റെ അകത്ത് ശക്തി ഉണ്ടോന്ന് ഞാൻ വരുമ്പോ. താരോട്ട് വായിക്കും എഴുതിയിട്ടുണ്ട്, വടികൊണ്ട് വരണം, സ്നേഹത്തോടെ വരണം, സൗമ്യതയോടെ തീരുമാനം നിങ്ങൾക്ക്. പൗലോസ് പറയുന്നു, വാക്കുകൾ കൊണ്ട് അമ്മാനം നിങ്ങൾക്കാടാം. ഉപദേഷ്ടാക്കന്മാര് വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ഉപദേശം പ്രസംഗിക്കുക. ഹല്ലേലൂയ. പുതിയ വിശ്വാസികളാണ്, അവരെ ഇച്ചിരി ചേർത്ത് പിടിച്ചു വേണം കൊണ്ടുപോകാൻ. അടിച്ചേൽപ്പിക്കരുത്. തുടക്കത്തിലെ ഹല്ലേലൂയ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ശക്തമേറിയ ഉപദേശ പ്രസംഗങ്ങളൊക്കെ നടത്തി ഇവര് നിൽക്കുമ്പോ പൗലോസ് പറയുന്നു, ഞാൻ അങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ അകത്ത് ശക്തിയുണ്ടോ എന്ന് പരിശോധിക്കും. നിങ്ങളുടെ വിചാരം എന്താ? വചനം പ്രസംഗിച്ചാൽ ദൈവരാജ്യം വെളിപ്പെട്ടു അല്ല, വചനത്തിന്റെ കൂടെ ദൈവശക്തി വ്യാപരിക്കണം. അതാ പൗലോസ് പറഞ്ഞേ. ദൈവരാജ്യം വചനത്തിലല്ല എഴുതിയത്, മലയാളത്തിലേക്ക് വന്നപ്പോ അങ്ങനെ എഴുതപ്പെട്ടതാ. ദൈവരാജ്യം വചനവുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നത്. പക്ഷേ വചനം പറയുന്ന വചനം പ്രവർത്തിക്കണമെങ്കിൽ വചനത്തിലൂടെ ഒരു ശക്തി പുറപ്പെടണം.
അതാ പൗലോസ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? തെറ്റിദ്ധരിക്കരുത്, വചനം വായിച്ചിട്ട് തെറ്റിദ്ധരിക്കരുത്. ആ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തെ ഒഴിവാക്കിക്കൊണ്ട് ഇതാണ് സത്യമെന്ന് അവരെ ബോധിപ്പിക്കേണ്ടതിന് പൗലോസ് പറയുന്നു, വചന കസർത്തോ, വാക്കുകൾ കൊണ്ടുള്ള കസർത്ത് മാത്രമല്ല ദൈവരാജ്യത്തെ സ്ഥാപിക്കുന്നത്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയല്ല, അത് പ്രായോഗികമാകുന്ന ഒരു ഭരണ പദ്ധതിയാണ്, ഒരു ഭരണക്രമമാണ്. അതിനെ വെളിപ്പെടുത്താതെ വണ്ണം പൈശാചിക കോട്ടകളുണ്ട്, അതിനെ നിലനിർത്താതെ പോരാടുന്ന അന്ധകാര ശക്തികളുണ്ട്. വചനം പ്രസംഗിക്കുന്നതിന്റെ കൂടെ ദൈവത്തിന്റെ ശക്തിയും കൂടെ പുറപ്പെട്ട് ചെല്ലുമ്പോഴാണ് ദൈവരാജ്യത്തെ വെളിപ്പെടുത്താതെ വണ്ണം തടയുന്ന ശക്തികൾ വിട്ടുമാറുന്നത്, കോട്ടകൾ ഇടിഞ്ഞു വീഴുന്നത്, അന്ധകാരമണ്ഡലങ്ങൾ തകർന്നു വീഴുന്നത്. ഇവിടെ നിന്നുകൊണ്ടൊരു ദൂതനോട് ആത്മാവ് ഇടപെടുകയാണ്. പ്രസംഗം വചനം കൊണ്ടുള്ള പ്രസംഗം മാത്രമല്ല, വാക്കുചാതുര്യം കൊണ്ടുള്ള പ്രസംഗം മാത്രമല്ല, ഹല്ലേലൂയ, വെളിപ്പെടുന്ന വചനം, പ്രസംഗിക്കുന്ന വചനം വിജയമാകണമെങ്കിൽ ദൈവത്തിന്റെ ശക്തിയോടെ വ്യാപരിക്കും. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ഇന്ന് പകൽ വെളിപ്പെടുന്ന വചനം, വചനം മാത്രമല്ല വെളിപ്പെടുന്നത്, ഏറ്റെടുക്കുന്നവരിൽ ദൈവശക്തിയും കൂടെ വെളിപ്പെടാൻ പോകുന്നത്. ഏറ്റെടുക്കുന്നവരിൽ ദൈവശക്തിയും കൂടെ വെളിപ്പെടാൻ പോകുന്നു. ഏറ്റെടുക്കുന്നവരിൽ ദൈവത്തിന്റെ ശക്തിയും കൂടെ വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെ പ്രതിവിഷം പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടുന്നവരെ പ്രതിവിഷം പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിക്കാൻ നിയോഗം കിട്ടുന്നവരെ പ്രതിവിഷം പ്രാർത്ഥിച്ചോ. നീ കേൾക്കുന്ന വചനത്തെ അതിൻ്റെതാകുന്ന നിലയിൽ വെളിപ്പെടുത്താതെ തടയുന്ന പൈശാചിക ശക്തികളെ തകർത്ത് വചനം എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനും വചനം പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിപ്പിക്കുന്നതും ദൈവത്തിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. വചനം അതേ ദൈവത്തിന്റെ ശക്തിയാണ്. അതാണ് ആ വചനത്തിന്റെ അർത്ഥം. നിങ്ങൾ വചനം പ്രസംഗിച്ചത് കൊണ്ട് കോരിന്തിയിലെ പിശാച് പോത്തില്ല. നിങ്ങൾ വചനം പ്രസംഗിച്ചത് കൊണ്ട് ഇവരിൽ മാറ്റം നടക്കത്തില്ല. പ്രസംഗിക്കുന്ന നിന്റെ അകത്ത് ദൈവശക്തി വേണം. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? പൗലോസ് അതാ പറഞ്ഞു, ഞാൻ വരുമ്പോൾ പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ, അഹങ്കരിക്കുന്ന നിഗളിക്കുന്ന പ്രാസംഗ്യരെ, നിന്റെയൊക്കെ അകത്ത് ശക്തി ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കും. ഇന്നത്തെ വേദികളിൽ ഇഷ്ടം പോലെ പ്രാസംഗ്യര് ഉണ്ട്, പ്രസംഗത്തിനൊരു കുറവും ഇല്ല. പക്ഷേ പ്രസംഗം പ്രതിഫലിക്കുന്നുണ്ടോ? അവിടെ കാര്യം. ഒരു പ്രസംഗം കേട്ടിട്ട്, ഒരു കഥ കേൾക്കുന്ന പോലെ കേട്ടിട്ട് പോയാൽ എന്ത് കാര്യമുള്ള? പല മെസ്സേജും പോയി കേട്ടിട്ട് നിരാശയോടെ പോകുന്ന ദൈവമക്കളെ എനിക്കറിയാം. എന്നാ കാര്യം? പ്രസംഗമുണ്ട്, ദൈവശക്തി ഇല്ല. പ്രസംഗിക്കുന്നവന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കണം. പൗലോസ് പറഞ്ഞു വെക്കുന്നത്, കോരിന്ത്യ പട്ടണത്തിൽ ഉപദേഷ്ടാക്കന്മാരെ ഞാൻ വെറുതെ പ്രസംഗിച്ച് നടന്നെന്ന് ചിന്തിക്കരുത്. പ്രസംഗത്തിന്റെ കൂടെ പൈശാചിക മണ്ഡലങ്ങളെ ആത്മമണ്ഡലത്തിൽ നിന്ന് വെട്ടി വെട്ടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സഭയെ അവിടെ സ്ഥാപിതമാക്കപ്പെടേണ്ടതിന് എതിരെ നിന്ന പൈശാചിക കുടിയിരിപ്പിന്റെ മേൽ ആത്മശക്തിയാൽ ജയം കൊണ്ടാണ് ഈ സഭ ഇവിടെ പൊങ്ങി വന്നത്. എത്ര പേർക്ക് വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? പ്രസംഗം മാത്രം കൊണ്ട് ദൈവരാജ്യം വെളിപ്പെടത്തില്ല. പ്രസംഗത്തിനോടൊപ്പം വചനത്തിനോടൊപ്പം ദൈവശക്തി പുറപ്പെടുമ്പോൾ ദൈവരാജ്യത്തിനെതിരെ പൈശാചിക ഇരുപ്പുകളെ ഈ ദൈവത്തിന്റെ ശക്തികൾ
അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കും, വെളിപ്പെടുന്ന വചനം എവിടെ വെളിപ്പെടണോ അവിടെ ദൈവശക്തി എത്തിക്കണം, എവിടെ പ്രവർത്തിക്കണോ അവിടെ ദൈവശക്തി പ്രവർത്തിക്കണം, ആ വചനം പ്രവർത്തിക്കണം. എനിക്കറിയത്തില്ല, ആത്മാവ് എന്നോട് ഇടപെടുന്നത് കൊണ്ട് പറയാം, ഇന്ന് വെളിപ്പെടുന്ന വചനത്തിന്റെ വെളിപ്പാട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നീ ഇരിക്കുന്നത് ഇവിടാണെങ്കിലും ആ വചനം എവിടാണോ വീഴേണ്ടത്, ആ വചനം എവിടാണോ പ്രവർത്തിക്കേണ്ടത്, അവിടെ അതിനെ എത്തിക്കുന്ന ഒരാത്മാവിന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നു. ഈ വചനം അതാണ് ഒരു ദൂത്. ഹൃദയത്തിൽ എഴുതി വെച്ചോ, അവസാനം ഒരുമിച്ച് ആരാധിക്കാം. ഒന്നാമത്തെ വെളിപ്പാട്, എന്നെ അനുകരിക്കും. പൗലോസ് പറയും, നിങ്ങൾ എന്റെ അനുകാരികൾ ആകുകയും. അപ്പൊ ഞാൻ പൗലോസിനോട്, പൗലോസേ, നീ ആരുടെ അനുകാരിയായിരുന്നു? 11:1 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ആരുടെ അനുകാരിയാണ്? ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും മതി. അപ്പൊ എന്റെ അനുകാരികളാകുവീൻ എന്ന് പൗലോസ് പറഞ്ഞത്, ഞാൻ ഒരുവന്റെ അനുകാരി, ഞാൻ ഒരുവനെ ഫോളോ ചെയ്യുന്ന ആൾ. അതാരാന്നറിയാവോ? കർത്താവായ യേശു ക്രിസ്തു. സൂമിലുണ്ട്, യൂട്യൂബിൽ ഈ മെസ്സേജ് റെക്കോർഡാണ് വരും. ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, ഈ ലോകത്തിലെ ഏത് ദൈവങ്ങളെ എടുത്തു നോക്കിയാലും ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ മറ്റൊരു ദൈവത്തെ അനുകരിക്കാൻ പറ്റത്തില്ല. രാമൻ എത്ര പേര് പറയും? അഭിമാനമുള്ളവര് രാമൻ പറഞ്ഞു. ക്രിസ്തു എന്ന ദൈവത്തെ ഫോളോ ചെയ്യാൻ ഒരു സംശയവും വേണ്ട. ഇതുപോലെ നല്ലൊരു ദൈവം വേറെയില്ല, ഇതുപോലെ നല്ലൊരു കർത്താവ് വേറെയില്ല. ജീസസ്. ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങി. 15-ാമത്തെ വയസ്സിൽ SSLC എക്സാമിന്റെ സമയത്താണ് ഞാൻ കർത്താവിനെ സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ച് ആ ടൈമിൽ സ്നാനപ്പെടും. അന്ന് ക്രിസ്തുവിനെ അനുകരിച്ചതാണ്, ഇന്നും അനുകരിക്കാൻ കൃപയാൽ ദൈവഭാഗ്യം. എന്റെ യൗവനപ്രായം എല്ലാം ഇപ്പോഴും ഞാൻ കർത്താവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്റെ കാര്യം എന്നു ചോദിച്ചു, ഒരു പ്രസംഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. യൗവനത്തിലെ രക്തമാണ്, യൗവനത്തിലെ ശരീരമാണ് ക്രിസ്തു നമുക്ക്. അത് തന്നെ കൊടുക്കാൻ കിട്ടുക എന്ന് പറഞ്ഞ വലിയ സ്തോത്രം. കുശുക്കില്ലാത്ത ഒരു രാമൻ പറഞ്ഞു. അപ്പൊ നിങ്ങള് എന്ത് ചെയ്യണം? എന്നെ അനുകരിക്കും. പൗലോസ് ഉദ്ദേശിച്ചത് നിങ്ങൾ എന്നെ ആരാധിക്കണം എന്നല്ല. കർത്താവായ യേശുവിനെ അല്ലാതെ മറ്റൊന്നിനെ എന്ത് ചെയ്യരുത്. പൗലോസ് പറയുന്നത് നിങ്ങൾ എന്നെ ആരാധിക്കണമെന്നല്ല, ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ച് ക്രിസ്തു എന്നിൽ വെളിപ്പെട്ടപ്പോൾ എന്നിലൂടെ വെളിപ്പെട്ട സ്വഭാവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇത്ര ഒരു കാര്യം. അല്ല, നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ മനുഷ്യനെ ആരാധിക്കുന്ന ഒത്തിരി പേര് ഈ ഭൂമിയിലുണ്ട്. കഴിഞ്ഞിടയ്ക്കും സ്തോത്രം, ഹല്ലേലൂയ, നമുക്കറിയാം, കഴിഞ്ഞിടയ്ക്കും ഉണ്ടായിരുന്നു അല്ലേ, എന്താ യാത്ര, സ്തോത്രം, ഹല്ലേലൂയ, മരിച്ചതിനെയൊക്കെ
ഉണക്കി വെച്ചിരിക്കുക അല്ലേ? സ്തോത്രം. അതെന്ത് ചെയ്യുക? ആരാധിക്കുക. കൊല്ലത്തൊക്കെ ഉണ്ട് ആ ടൈപ്പ് ആരാധന അല്ലേ? ജോജിച്ചാനൊക്കെ അവരുടെ വാഹനമൊക്കെ ഓടിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനെ നിങ്ങളുടെ ഇരിപ്പൊക്കെ എല്ലാം കണ്ടിട്ട് നിങ്ങളെ കുത്തി പറഞ്ഞ പോലാണല്ലോ നിങ്ങൾ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യനെ ആരാധിക്കുന്ന ഒത്തിരി പേര് മനുഷ്യൻ അങ്ങ് ദൈവമായിട്ട് എന്ത് ചെയ്യുക? അങ്ങ് മാറുക. ഒന്നോ രണ്ടോ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ പിന്നെന്താ? ദൈവമായി. സ്വത്രം. ഹല്ലേലൂയ. ആ നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കാനല്ല, നിങ്ങൾ എന്റെ സ്വഭാവം അനുകരിക്കാനല്ല. പ്രസംഗിക്കുന്ന വിജോപാസ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആരാധിക്കരുത്. വെളിപ്പെടുന്ന സ്വഭാവത്തിൽ അനുകരിക്കാൻ നല്ലതുണ്ടെങ്കിൽ അത് ഉൾക്കൊണ്ടാൽ നന്നായിരിക്കും. ഞാന് ഒരു അനുഭവ സാക്ഷ്യം പറയും. എന്റെ തന്നെ, കടവല്ല, എന്റെ. സ്തോത്രം. ഹല്ലേലൂയ. ആ അനുഭവ സാക്ഷ്യം, ഞാൻ ഒരിക്കൽ ലൂക്കോസിനെ കുറിച്ച് പഠിച്ചപ്പോൾ ലൂക്കോസിന്റെ ഒരു സ്വഭാവമാണ് നല്ല നിരീക്ഷകൻ. എന്താ? നല്ല നിരീക്ഷകൻ എന്ന് വെച്ചാൽ വളരെ നിരീക്ഷിച്ച് പഠിച്ച് ചിന്തിച്ചിട്ട് ലൂക്കോസ് എന്ത് ചെയ്തിട്ടുള്ളൂ? എഴുതിയിട്ടുണ്ട്. നല്ല നിരീക്ഷകൻ. അത് ഞാൻ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. രക്തസ്രവം ബാധിച്ച സ്ത്രീ. സ്തോത്ര. ആ സ്ത്രീയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മത്തായി മർക്കോസും പറയുന്നത് 12 വർഷം രക്തസ്രവം ബാധിക്കപ്പെട്ട സ്ത്രീ പല വൈദ്യന്മാരാലും ചികിത്സിച്ചു. അവളുടെ സ്വത്ത് സമ്പാദ്യം നഷ്ടപ്പെട്ടു. അവൾ യേശുവിന്റെ ശ്രുതി കേട്ടു, കർത്താവിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ ലൂക്കോസ് എഴുതിയിരിക്കുന്നത് 12 വർഷം രക്തസ്രവമുള്ള സ്ത്രീ പല വൈദ്യന്മാരാലും ചികിത്സിച്ചു, അവളുടെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. ആരാലും സൗഖ്യം ആക്കുവാൻ കഴിയാത്ത സ്ത്രീ യേശുവിന്റെ ശ്രുതി കേട്ടു. അപ്പം ആരാലും എന്നൊരു വാക്കാരെഴുതി? ലൂക്കോസ് എഴുതി. എന്തിന് എഴുതിയെന്നറിയാവോ? സകല മഹത്വവും കർത്താവിന് പോണം. ഇനി അവളെ വിടുവിക്കാൻ യേശു അല്ലാതെ. അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചെഴുതുന്ന ആളാണ്. അപ്പൊ ഞാൻ ഇത് പഠിച്ചപ്പോ നല്ല സ്വഭാവമാണല്ലോ എന്ന് കരുതി അന്ന് മുതൽ ഞാനും നിരീക്ഷിക്കാം. ഏത് മീറ്റിങ്ങിന് പോയാലും എല്ലാവരും നിരീക്ഷിക്കും. സ്തോത്രം. വചനം എടുത്താൽ ശരിക്കും നിരീക്ഷിക്കും. ഹല്ലേലൂയ. അപ്പൊ ആ നിരീക്ഷിക്കുക എന്നുള്ള സ്വഭാവം അതൊരു നല്ല ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അനുകരിക്കുവാൻ യോഗ്യമായത് ഒരാളിൽ നിങ്ങൾ കണ്ടാൽ അത് അനുകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ യോഗ്യ അല്ലാത്തത് എന്ത് ചെയ്യരുത്? അതും പറയണമല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടേ, എന്താണ് തിമത്തിയോസ് പൗലോസിനെ തന്റെ അനുകരിക്കുക എന്നുള്ള പ്രായോഗികമായ വെളിപ്പെടുത്തൽ എന്താണ് തിമത്തിയോസ് ചെയ്തത്? ഒന്നാമത്തെ കാര്യം, താഴ്മയും ദാസ സ്വഭാവവും. സ്തോത്രം. ബാക്കിയൊന്നും ഞാൻ വായിപ്പിക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. താഴ്മയും എന്താ? ദാസ സ്വഭാവം. നിങ്ങളിത് പഠിക്കണം കേട്ടോ, പഠിച്ചു വെച്ചിരിക്കണം. താഴ്മയും. എന്നെ അനുകരിപ്പി എന്ന് പൗലോസ് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യമാണ് താഴ്മയും. എന്താ അതിന്റെ കാര്യം? പൗലോസിന്റെ ചരിത്രം പഠിക്കണം. നമുക്കറിയാം, ന്യായപ്രമാണത്തിന്റെ എല്ലാ ഏടുകളും തികവുള്ള മനുഷ്യനായിരുന്നു പൗലോസ്. ന്യായപ്രമാണത്തിൽ പണ്ഡിതൻ അല്ലേ? ഉയർന്ന കുടുംബത്തിൽ ജനിച്ചവൻ. സ്തോത്രം. റോമൻ പൗരത്വം ഉള്ളവൻ. സ്വന്തമായി കപ്പലടക്കം സ്വത്ത് സമ്പാദ്യത്തിന്റെ ഉടമ. റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ ഇരിക്കുന്നവൻ. അങ്ങനെ എത്രയോ വിശേഷതയുള്ള മനുഷ്യൻ പറയാൻ, ഞാൻ ക്രിസ്തുവിന്റെ ദാസ്. ഒരു ഹല്ലേലൂയ എത്ര പേര് പറയും? നമ്മുടെ സ്വഭാവം എല്ലാം ഈ 26 മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അവിടെ പറയുകയാണ്, ഞാൻ
ക്രിസ്തുവിന്റെ ദാസൻ. എനിക്ക് രണ്ട് കാര്യത്തില പൗലോസിനോട് ഭയങ്കര പ്രിയം തോന്നിയത്. ഒന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ ഇത്രയും പണ്ഡിതനും ഭാവനനുമായിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന പൗലോസ് ക്രിസ്തുവിന്റെ പ്രകാശനം തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുന്നു രണ്ട് കാര്യം. ഒന്ന്, ഞാൻ ക്രിസ്തുവിന്റെ ദാസൻ. രണ്ടാമത്തെ വാക്ക് നിങ്ങൾ ഒരാമൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോണം, പാപികളിൽ പ്രധാനി. എന്തോ പറഞ്ഞു? തെറ്റുകുറ്റങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ് സമർപ്പിക്കാൻ പറഞ്ഞ നമ്മുടെ ഇരിപ്പ് കണ്ട നമ്മൾ ഒരു തെറ്റും ആ രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വോത്ര ഹല്ലേലൂയ. പാപം വല്ല ഉണ്ടെങ്കിലൊന്ന് ഏറ്റുപറ സഹോദരി, ഏറ്റുപറ സഹോദര എന്ന് പറയുമ്പോൾ പറയുന്ന ആളെ തുറിച്ചു നോക്കുന്ന പലരും ഉണ്ട്. സ്തോത്രം. പക്ഷെ പൗലോസ് പറയാ, ഞാൻ പാപികളിൽ പ്രധാനി. ഞാൻ കഴിഞ്ഞിട്ട് നിങ്ങളുണ്ടെന്ന്. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ആ കുറ്റസമ്മതവും ആ സമർപ്പണവും പൗലോസിനെ ഉയർത്തി. അതുകൊണ്ട് വചനത്തിൽ ഒരു വാക്യമുണ്ട്, ഹല്ലേലൂയ, താഴ്മയുള്ളവനെ ദൈവം ഉയർത്തും, അഹങ്കാരികളോട് ദൈവം എതിർത്തുന്നു. സ്തോത്രം, സ്തോത്രം. താഴ്മയുള്ളവനെ ഉയർത്തുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന, ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തെ പൗലോസ് തന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. ദാസ സ്വഭാവം എന്ത് ചെയ്തു പൗലോസ്? തന്റെ ജീവിതത്തിൽ പ്രായോഗികമായി വെളിപ്പെടുത്തി. ക്രിസ്തു ഇതല്ലേ വെളിപ്പെടുത്തി? തന്റെ മഹിമ വിട്ട് നമുക്ക് വേണ്ടി ഒരു ദാസരൂപത്തിൽ അവൻ ഇറങ്ങി വന്നു. ഒരു ദാസനായി അവൻ ഇറങ്ങി വന്നു. സ്തോത്രം. അപ്പൊ ഒന്ന്, താഴ്മയും ദാസ. രണ്ടാമത്തെ കാര്യം, കഷ്ടാനുഭവങ്ങളിലെ സഹിഷ്ണുതയാണ്. എന്താണ് കഷ്ടാനുഭവങ്ങളിലെ സഹിഷ്ണുത? എന്താ ഇതിന്റെ അർത്ഥം? പൗലോസിനെ പലപ്പോഴും തടവിലാക്കി. നമുക്കറിയാം ചരിത്രം. ഞാൻ ആ ഭാഗം ഒന്നും എടുക്കുന്നില്ല, എനിക്ക് ദൂതിലേക്ക് വരണം. പലപ്പോഴും എന്ത് ചെയ്തു? തടവിലാക്കി, ശക്തമായിട്ട് ഉപദ്രവിച്ചു, അടിച്ചു, അല്ലേ? സ്തോത്രം ചെയ്യുന്നു. രഹസ്യമായിട്ടും അടിച്ചു, പരസ്യമായിട്ടും അടിച്ചു. രഹസ്യമായിട്ടും പരസ്യമായിട്ടും പൗലോസിനെ അടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം ബൈബിൾ വായിക്കുന്നവർക്കറിയാം, ഒരിക്കൽ പോലും ക്രിസ്തുവിനെതിരെ ഒരു വാക്ക് ആ മനുഷ്യൻ ഉച്ചരിച്ചു. മറിച്ച് എന്താ ചെയ്തേ? അടികൊണ്ട് ഇരുട്ടറയിൽ തടവിൽ ചങ്ങലകളാൽ ബന്ധിച്ച് കാലാമത്തിലിട്ട് പൂട്ടിയപ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചു. ഹലോ, അവൻ ദൈവത്തെ സ്തുതിച്ചു. ചേർന്ന് രാമൻ പറയണം. കഷ്ടങ്ങളുടെ നടുവിലും ഇത് ഞാൻ സഹിക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തോടെ സഹിഷ്ണുത കാണിച്ച അപ്പോസ്തലൻ അടിയേറ്റിട്ടും തടവറയിൽ കിടന്നിട്ടും ഇരുട്ടിക്കിടന്നിട്ടും പിറുപിറുത്തില്ല, ചോദ്യം ചെയ്തില്ല. അവൻ ദൈവത്തെ സ്തുതിച്ചു. പല്ലുവേദന വന്നാൽ നമ്മൾ പിറുപിറുക്കും. കൂടുതലൊന്നും വേണ്ട. എന്തുവന്നാലും പല്ലുവേദന വന്നൊരു 5 ദിവസം നിന്ന് കഴിഞ്ഞാൽ എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന നമ്മൾ കുറ്റം പറയാനും തുടങ്ങും, വെറുതെറുക്കാൻ തുടങ്ങും. സ്തോത്രം. പൗലോസ് പറയുന്നു, കഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നു. ഓരിന്ത്യ ലേഖനത്തിൽ തന്നെ അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തെ ലേഖനത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഞാൻ അനുഭവിച്ച ഉപദ്രവം, കയ്യേറ്റം, അല്ലേ? സ്തോത്രഹല്ല്. പക്ഷെ ഇതെല്ലാം വന്നിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ ഒരു സത്യത്തിൽ കഴിഞ്ഞില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ? സ്തോത്രം. പലവിധ കഷ്ടതകൾ എനിക്ക് വന്നു. കയ്യേറ്റം, ഉപദ്രവം, കപ്പൽഛേദം, നിന്ദ, പരിഹാസം, അപമാനം, അല്ലെ? മരണഭീതി.
14 ദിവസം സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രമില്ല, കാർമേഘം, ഇരുണ്ട്, എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയാതെ യാത്ര പോയ അനുഭവങ്ങൾ ഇവിടെയൊന്നും പിറുപിറുത്തില്ല. എന്തിനാ ഈ കഷ്ടം തന്നേ എന്ന് പറഞ്ഞില്ല. എന്തിനാ ഇങ്ങനെ കഷ്ടം അനുഭവിക്കാനാണോ ഈ വിശ്വാസത്തിലേക്ക് ഇറക്കിയതെന്ന് ചോദിച്ചില്ല. കഷ്ടതയുടെ നടുവിലും കർത്താവിനെ ധ്യാനിച്ചപ്പോൾ ഇതിലും വലിയ കഷ്ടതയാണല്ലോ എന്റെ പ്രാണനാഥൻ അനുഭവിച്ചതെന്ന് ബോധ്യപ്പെട്ട അപ്പോസ്തലൻ ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ സ്തുതിച്ചു. എത്ര പേർക്ക് പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. നിങ്ങൾ പുറകോട്ട് പോകാതെ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകാതെ, നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. ഞാൻ കഷ്ടതയുടെ നടുവിലും സഹിഷ്ണുത കാണിച്ചു. മൂന്നാമത് എന്താ പറയുന്നേ? സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. പൗലോസിന്റെ മൂന്നാമത്തെ സ്വഭാവ മഹിമയാണ്. എന്താണ്? സ്വാർത്ഥതയില്ലാത്ത. അതാ പൗലോസ് ഒരിടത്ത് പറയുന്നത്, എന്റെ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണവും ഞാൻ എന്ത് ചെയ്യുന്നു? അന്വേഷിക്കുന്നത് കൊണ്ട് എന്നെ ദാസനായിട്ട് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ സ്വാർത്ഥതയില്ലാത്ത സ്നേഹം, ഇതൊക്കെ പൗലോസ് പഠിച്ചത് ദമസ്കോസിൽ ഇറങ്ങി വന്നവന്റെ കയ്യിൽ നിന്ന്. അവന്റെ കയ്യിൽ നിന്ന് ഇതൊക്കെ പഠിച്ചത്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ഗുണം അവൻ ചിന്തിച്ചു. സഭയുടെ വളർച്ച ചിന്തിച്ചു. സഭ മുൻപോട്ട് പോകണമെന്ന് ചിന്തിച്ചു. മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണമെന്ന് ചിന്തിച്ചു. അല്ലാതെ അപ്പുറത്ത് കാറ് മേടിച്ചപ്പോ ഇവിടെ മൂന്നിരിക്കുകയല്ല ചെയ്യുന്നത്. സ്തോത്രം. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പുറത്തൊരു നന്മ ഉണ്ടാകുമ്പോ ഇവിടെ നമ്മള് കുശുമ്പെടുക്കുകയല്ല. അവൻ അനുഗ്രഹിക്കപ്പെടണം, മറ്റുള്ളവർ ഉയർത്തപ്പെടണം, മറ്റുള്ളവർ മുന്നേറണം. ഹല്ലേലൂയ. എനിക്ക് ഒരാളെ ഹല്ലേലൂയ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഒരു സ്നേഹം പൗലോസിന്റെ അകത്തടങ്ങളിൽ വസിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തെ അനുകരിക്കും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. നാലാമത്തെ കാര്യം, 4 കാര്യമേ ഞാൻ പറയുന്നുള്ളൂ. സ്തോത്രം. നാലാമത്തെ കാര്യം വിശ്വാസ്യത. എന്താ വിശ്വാസ്യത? എന്താ വിശ്വാസ്യത? ക്രിസ്തുവുമായിട്ടുള്ള തന്റെ ബന്ധത്തിലും കർത്താവേൽപ്പിച്ച ശുശ്രൂഷയിലും താൻ വിശ്വസ്തനായി. രാമേൻ എത്ര പേര് പറയും? അതുകൊണ്ട് പൗലോസ് എഴുതിയത്, ഞാൻ നല്ലപോലെ ഓട്ടം തികച്ചു. അടുത്ത വാക്കെന്താ? വിശ്വാസം. ആമേൻ. വിശ്വാസം. നമുക്കത് പറയാനുള്ള ചങ്കുറപ്പ് വേണം. ക്രിസ്തുവുമായിട്ടുള്ള എന്റെ ബന്ധത്തിലെ വിശ്വസ്തതയും കർത്താവ് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ വിശ്വസ്തതയും ഞാൻ കാത്തു. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ ചേർന്ന് പറഞ്ഞേ. നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്ന് പൗലോസ് പറഞ്ഞത് പിതാവ് പുത്രനെ ഏൽപ്പിച്ച ദൗത്യവും ശുശ്രൂഷയും പുത്രൻ വിശ്വസ്തയോടെ ചെയ്തു മടങ്ങിയതുപോലെ ആ പുത്രനെ ഞാൻ അനുകരിക്കുമ്പോൾ, ആ കർത്താവിനെ ഞാൻ അനുകരിക്കുമ്പോൾ, അവൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും ഞാനും അവനും തമ്മിലുള്ള ബന്ധത്തിലും ഞാൻ വിശ്വസ്തത പുലർത്തും. പിതാവ് പുത്രൻ തമ്മിലുള്ള ബന്ധം, അതിലെ വിശ്വസ്തത ഒറ്റ വാക്കി പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ
ഇവന് നിങ്ങൾ ചെവി എന്ന് വെച്ചാൽ യേശുവും പിതാവും തമ്മിലുള്ള ബന്ധത്തിന്റെ വിശ്വസ്തത ആ ഒറ്റ വാക്കിലുണ്ട്. പരസ്യമായിട്ട് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് രഹസ്യമായിട്ട് പിതാവ് എന്ത് ചെയ്തു? സ്നാനപ്പെട്ട് സ്നാനക്കുളത്തിൽ നിന്ന് കയറി പ്രാർത്ഥിച്ച് ഇരിക്കുമ്പോ സ്വർഗം എന്ത് ചെയ്തു? പരസ്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനം. എന്നാൽ പ്രാർത്ഥിക്കാൻ രഹസ്യമായിട്ട് യേശുവും 3 പേരും കൂടെ ചെയ്തു പോകുന്ന സമയത്ത് അവിടെയും രഹസ്യമായിട്ട് ദൈവം എന്താ പറഞ്ഞേ? ഇവൻ എന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ല. അർത്ഥം എന്താ? നമ്മൾ വിശ്വാസ്യതയെ കുറിച്ചാ പറയുന്നത്. എന്താ അർത്ഥം? പരസ്യമായിട്ട് നോക്കുമ്പോ പ്രിയ പുത്രൻ എന്ന് പറയുന്നത് പോലെ രഹസ്യത്തിലും പ്രിയപുത്രനും പ്രിയപുത്രിയും ഒക്കെ ആയിരിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കും. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഞാൻ വിവേചിച്ചാണ് പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. വചനത്തിന്റെ മുമ്പിൽ നെറ്റി ചുളുങ്ങാത്തവര് സ്വോത്രം ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, പുറമേ കാണുന്ന വിശ്വസ്തത മാത്രമല്ല ദൈവം പരിശോധിക്കുന്നത്, രഹസ്യവും ആഗമയുള്ള വിശ്വസ്തതയും ദൈവം പരിശോധിക്കുന്നു. പൗലോസ് പറയുന്നു, എന്നെ അനുകരിപ്പീൻ എന്ന് നിങ്ങളോട് ഞാൻ പറയുമ്പോൾ എന്റെ വിശ്വാസ്യതയും കൂടെ ഞാൻ വെളിപ്പെടുത്തുന്നു. അവനുമായിട്ടുള്ള എന്റെ ബന്ധത്തിലും അവൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയിലും ഞാൻ വിശ്വസ്തനായിരുന്നു. 4 കാര്യം എന്നെ അനുകരിപ്പീൻ. 4 കാര്യം മതി. സ്തോത്ര ഹല്ലേലൂയ. ആ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. 1 താഴ്മയും സ്വഭാവവും. 2 കഷ്ടാനുഭവങ്ങളിലെ സഹിഷ്ണുത. 3 സ്വാർത്ഥതയില്ലാത്ത സ്നേഹം. 4 വിശ്വാസ്യത. ഇത്രയും അനുകരിപ്പീൻ എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ വഴിയെ നിങ്ങൾ വരണം. ഇത് പറയണമെങ്കിൽ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനെ ഇത് പറയാൻ പറ്റത്തുള്ളൂ. പ്രാവർത്തികമാക്കിയവൻ പറയാം, നിങ്ങൾ എന്റെ വഴിയെ. സ്തോത്രം. പൗലോസിന്റെ വഴി ഏതാ? അതും ഒരു 4 എണ്ണം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അവസാന ദൂതിലേക്ക് ഞാൻ വരിക. എന്താ വഴി? ഒന്നാമത്തത് ജീവിത ശൈലി. എന്താണ്? ജീവിത ശൈലി. പൗലോസിന്റെ ക്രിസ്തീയ അനുഗമത്തിൽ, തന്റെ ജീവിത ശൈലിയിൽ പൗലോസ് വളരെ താഴ്മയുള്ള മനുഷ്യനായിരുന്നു. വളരെ താഴ്മ ഉള്ള മനുഷ്യനായിരുന്നു. സഹിഷ്ണുതയുള്ള മനുഷ്യനായിരുന്നു. സ്തോത്രം ചെയ്യുക. വളരെ താഴ്മ, സഹിഷ്ണുത ഉള്ള മനുഷ്യനായിരുന്നു. അതേപോലെ തന്നെ ഹല്ലേലൂയ, ബൈബിൾ പറയുന്നു അച്ചടക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു. ആമേൻ. അച്ചടക്കവും താഴ്മയും ഒക്കെയുള്ള ഒരു മനുഷ്യനെ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ കഷ്ടമൊക്കെ സഹിക്കാൻ മനസ്സുള്ളൊരു മനുഷ്യൻ. തന്റെ ജീവിത ശൈലിയിലെ അച്ചടക്കം പൗലോസ് കീപ്പ് ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു. താഴ്മയുള്ള മനുഷ്യനായിരുന്നു. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കൈയുടെ അതിന്റെ തികവിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആ മനുഷ്യൻ, ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആ മനുഷ്യൻ, ഉയർന്ന കുടുംബത്തിന്റെ അഡ്രസ് ഉള്ള ആ മനുഷ്യനെ ദൈവം ഇറക്കി വിട്ടത് ജാതികളുടെ ഇടയിലേക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ കുറിച്ചും ഒരു ബോധമോ ഒരു വിവരമോ അറിവോ ഇല്ലാത്ത സാധാരണക്കാരുടെ
അടുത്തേക്കാണ്, അവരുടെ ഇടയിലേക്കാണ് ഇത്രയും പാണ്ഡിത്യമുള്ള, ഇത്രയും പൊസിഷനിലിരിക്കുന്ന, ഉയർന്ന ഐഡന്റിറ്റിയുള്ള ഒരുവനെ ഇറക്കി വിട്ടത്. പക്ഷെങ്കിൽ അതൊന്നും പൗലോസിന് വിഷയമല്ലായിരുന്നു. പൗലോസ് പറയുന്നത്, ഞാൻ അതിനെയെല്ലാം ചപ്പെന്നും ചവറന്നുവാ കാണുന്നത്. ഒരാമൻ എത്ര പേര് പറയും? തന്റെ ജീവിത ശൈലിയിലെ അച്ചടക്കവും താഴ്മയും. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്റെ വഴിയെ നടക്കുക എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരച്ചടക്കം ഉണ്ടാവണം. ചേർന്നൊരു ആമേൻ പറഞ്ഞ്, ഒരച്ചടക്കം ഉണ്ടാകണം. അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവമക്കളെ കണ്ടാൽ എന്തുണ്ടാകണം? ഒരു അച്ചടക്കം. ദൈവമക്കളുടെ വീടൊക്കെ ആണെങ്കിൽ ഒരു എന്തുണ്ടാവും? ഒരച്ചടക്കം ഉണ്ടാകണം. നമ്മുടെ വിചാരം നമ്മളെ ആരും വീക്ഷിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ നോക്കുന്ന ആരെയാണ്? ഇന്ന് ഏത് ഡ്രസ് ഇട്ടോണ്ടാ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയെന്നൊക്കെ നോക്കിയിരിക്കുക. സ്തോത്രം. ഏത് രൂപത്തിലാ പോയത്, അതേ രൂപത്തിലാണോ തിരിച്ച് വരും? ഇതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. സ്തോത്രം. ഈ ഡോറ് തുറക്കുമ്പോൾ ജനല കർട്ടൻ പലരും തുറക്കുന്നുണ്ടെന്ന് മറക്കരുത്. സ്തോത്രം. എന്തെങ്കിലും നമ്മളൊന്ന് സംസാരിക്കുന്ന ഉടനെ എന്ത് ചെയ്യും? അടുക്കളയിൽ നിൽക്കുന്ന ചേച്ചിയായിരിക്കും, റൂമിൽ വന്ന് ചെവി എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, വളരെ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ. സ്തോത്രം. ഞാൻ നിങ്ങളോട് മാത്രമല്ല പ്രസംഗിക്കുന്ന, എന്നോടും കൂടെ പറയുന്നത്. സ്തോത്രമല്ല, നിങ്ങൾക്കുള്ള ദൂത് മാത്രമായിട്ട് ഞാനങ്ങ് വിടുകയല്ല. ക്രൈസ്തവനോട് നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാകണം. പൗലോസ് പറയുന്നു, നിങ്ങളുടെ കോരിന്ത്യ സഭയിലെ നിങ്ങളുടെ പോക്ക് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. നിങ്ങൾ എന്റെ വഴിയെ വാ. നിങ്ങൾ അച്ചടക്കമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുക. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അച്ചടക്കമുള്ള ജീവിത ശൈലി. ഈ ദൈവമക്കൾ പറയേണ്ട വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ? വായി തോന്നുന്ന എല്ലാം എന്ത് ചെയ്യരുത്? പറയരുത്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് എങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്. വായി തോന്നുന്ന ഒന്നും എന്ത് ചെയ്യരുത്? പറയരുത്. പ്രകോപനം ഉണ്ടായാൽ പോലും സംസാരിക്കുന്നത് മാന്യമായിരിക്കണം. ഒരു പ്രകോപനം മനുഷ്യനാ ദേഷ്യം വരാം. കഴിഞ്ഞ ആഴ്ച തോന്നുന്നു ക്രോധത്തെ കുറിച്ച് പ്രസംഗിച്ചു അല്ലേ? ദേഷ്യം വരാം. പക്ഷെ പ്രകോപനം ഉണ്ടായാൽ പോലും വാക്കുകളിൽ എന്ത് ചെയ്യണം? മാന്യത. അതായത് എന്ത് ദിശയമേ പാടുമ്പോൾ ഒരാത്മാവും പ്രകോപനം ഉണ്ടാകുമ്പോൾ ഇനി ഇതെങ്ങനെ കത്തിക്കുമെന്ന ഞാൻ ആഗ്രഹിക്കുന്നു. അവസാനം ഒരു ദൂതുണ്ട്. സ്വത്രം മുട്ടുസൂചി ഇട്ടാ അറിയാം. ചിലരുടെ ചിന്ത, എന്തോ തീ അകത്തി ഒരു വചനം പ്രധാനിച്ച് വെള്ളം ഒഴിച്ച് കിടത്തി. സ്വത്രം. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആത്മാവിലാണ് പോകുന്നത്. എനിക്കറിയാം ഇത് എവിടെ കൊണ്ടെത്തിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. ആദ്യമേ ആ ഒരു പകർച്ച നടന്നു തോന്നി ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ശുശ്രൂഷിക്കാനുള്ള ഒരു ക്രമീകരണമാണ്. കർത്താവിന് നന്ദി. ഹല്ലേലൂയ. വാക്കുകള് പൗലോസ് പറയുന്നു, എന്റെ ജീവിത ശൈലിയിൽ ഞാൻ കീപ്പ് ചെയ്ത ഒരു അച്ചടക്കം യേശുവിന്റെ നാമത്തിൽ. രണ്ടാമത്തെ കാര്യം ഉപദേശം. ഉപദേശത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നടക്കണം. എന്ത് ചെയ്യണം? ഉപദേശത്തിൽ. അതാ പൗലോസ് പറയുന്ന രണ്ടാമത്തെ കാര്യം. ഉപദേശത്തിന്റെ വഴിയെ ഞാൻ നടക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ അതിന്റെ അർത്ഥം? ഞാൻ എന്ത് പ്രസംഗിക്കുന്നോ അത് തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുക.
മനസ്സിലായി നിങ്ങൾക്ക് പറഞ്ഞേ? ഞാൻ പ്രസംഗിക്കുന്നതാണ് എന്റെ ജീവിതം, എന്റെ ജീവിതമാണ് എന്റെ പ്രസംഗം. അതാ അതിന്റെ അർത്ഥം. നിങ്ങൾ എന്റെ വഴിയെ നടക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നതിന്റെ കാര്യം, ഞാൻ നിങ്ങളെ ഉപദേശിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ തിരുത്തുമ്പോൾ എന്റെ വഴി ആ മേഖലയിലൂടെ തന്നെയാണ്. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? എന്റെ വഴി ആ മേഖലയിലൂടെ തന്നെയാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഒന്ന് പ്രസംഗിച്ചിട്ട് വേറെ ജീവിതം അല്ല, ഞാൻ വേറെ ജീവിതം പ്രസംഗിച്ചിട്ട് വേറെ പ്രസംഗം അല്ല. എത്ര പേര് രാമേ പറയും? നിങ്ങൾക്ക് പ്രസംഗമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ജീവിതം ഇല്ല. അതാ പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്റെ വഴിയെ തിരിഞ്ഞ് നടക്കണം. നിങ്ങൾക്ക് പ്രസംഗമുണ്ട്, എന്തില്ല? ഇന്ന് പലർക്കും പ്രസംഗമുണ്ട്, എന്തില്ല? ജീവിതം. പലർക്കും ആരാധനയുണ്ട്, ജീവിതം. പലരും ആരും കേൾക്കാത്ത അന്യഭാഷ പറയുന്നുണ്ട്, ജീവിതം. പാട്ടുകാരൻ പാടുന്ന പോലെ സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുഭാഷ തിട്ടമായി പേശിയോരും. കേട്ടിട്ടുണ്ട്, അറിയത്തില്ല. സ്നാനപ്പെട്ടിട്ടുള്ളവരും മറുഭാഷ തിട്ടമായി പേശിയോരും ഭാഷയെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവരെല്ലാവരും അന്ന് വന്നേ മതിയാവും. ഭാഷയെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവരെല്ലാവരും അന്ന് വന്നേ മതിയാവൂ. രാജരാജൻ മഷിക ന്യായാസന പുസ്തകമായി വരുമേ. ജ്ഞാനപ്പെട്ട പുള്ളികളും മറുഭാഷ പറഞ്ഞ പുള്ളികളും ഭാഷയെ വ്യാഖ്യാനം ചെയ്ത പുള്ളികളും പ്രവചിച്ച പുള്ളികളും പ്രസംഗിച്ച പുള്ളികളെല്ലാം എവിടെ വന്നു? ഹല്ലേലൂയ. ഒരു ദൂത പാട്ടിലൂടെ അങ്ങ് പോയി. സമാധാനം, സന്തോഷം, സ്വന്തം ചേർന്ന് രാമൻ പറഞ്ഞു, ഞാൻ എന്തുപദേശിക്കുന്നോ അതെന്റെ ജീവിതത്തിൽ. പൗലോസ് മറ്റൊരിടത്ത് പറയുന്ന ഭാഷയാണ്, ഞാൻ എന്റെ ജഡത്തെ തെളിയിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ ജഡത്തിനെ ദണ്ഡിപ്പിച്ചു, ശിക്ഷിപ്പിച്ചു, ആത്മാവിനെ അടിമപ്പെടുത്തിയിരിക്കുന്നു. ഉടര മനത ഹത്തുന സ്ത്രീകൾ പ്രവർത്തന വേദി കെട്ടി അന്തര. എന്നോട് ദൈവാത്മാവ് ഇന്ന് ചിലരോ നോക്കി ആത്മാവിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുന്നു. ആത്മീയമായി നീ കയറി വരുമ്പോൾ നിന്നെ പിടിച്ചൊതുക്കുന്ന ചില ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ വികാരങ്ങൾ, ജഡത്തിന്റെ പോരാട്ടങ്ങൾ നിന്റെ ചിലരിൽ നിന്ന് വചനത്തിന്റെ ശക്തി അടിക്കുന്നു. നിന്നെ ജഡത്തിലൂടെ ഇന്ന് പകരം അടിയണം, ഇന്ന് പകരം അടിയണം, ഇന്ന് പകരം മാറണം, ഇന്ന് പകരം ഉടയണം, ഇന്ന് പകരം തകരണം. തീരുമാനമെടുത്ത് എന്റെ ജനത്തെ ശിക്ഷിച്ചു, എന്റെ ജനത്തെ ജന്മിപ്പിച്ചു. ആ നിലയിലെ അഭിഷേകം കൈമാറുന്നു. ആ നിലയിലെ ഇന്ന് പകരം ചെയ്യുക, പ്രാപിച്ചോ, പ്രാപിച്ചോ. ആ നിലയിലെ അഭിഷേകം ആത്മാവ് കൈമാറുന്നു. ആ നിലയിലെ ദൈവശക്തി ആത്മാവ് കൈമാറുന്നു, കൈമാറുന്നു. സംസാരിക്കുന്നു വിചാരിച്ചത, പക്ഷേ സംസാരിച്ചു പോയി. ചിന്തിക്കരുതെന്ന് വിചാരിച്ചത, പക്ഷെ ചിന്തിച്ചു പോയി. പക്ഷെ പോയി. കീഴ്പ്പെടുത്തുന്ന
ജനത്തിന്റെ പ്രളയത്തിൽ ഇന്ന് ചില ജീവിതങ്ങളിലുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആഴിയിൽ ഉണർത്തുന്നു. നിന്നെ ഉയർത്തുന്ന ആത്മമനുഷ്യനെ ഉയർത്തുന്ന ദൈവരാജ്യത്തിന്റെ നിന്നെ ഉപയോഗിക്കാൻ കണ്ടിരിക്കുന്ന ആത്മമനുഷ്യന്റെ വകുപ്പുള്ള ജനത്തിൽ പോരാട്ടം, ജനത്തിന്റെ പോരാട്ടം, ജനത്തിന്റെ പോരാട്ടം അന്ധപ്രവാചനം വേദമുടി കെട്ടി ശക്തമായി പ്രാർത്ഥിച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. പൗലോസിനെ പോലെ നിന്റെ ജഡത്തെ ശിക്ഷിക്കാനുള്ള ഒരു അഭിഷേകം, ആത്മാവിനെ അടിമപ്പെടുത്താനുള്ള ഒരു അഭിഷേകം, നിന്റെ ജനീയ മനുഷ്യന്റെ വിചാരം ജയിക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് ദൈവാത്മാവ് അയക്കുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ട സമയം, സമയം. പ്രവർത്തിക്ക് വേണ്ടി നിലകൊള്ളുന്ന പോരാട്ടം, ജനത്തിന്റെ പോരാട്ടം സംസ്ഥാനങ്ങളിലൂടെ കയറുന്ന, സംസ്ഥാനങ്ങളിലൂടെ കയറി വരുന്ന, ചിന്തകളിലൂടെ കയറി വരുന്ന, ആഴ്ചകളിലൂടെ കയറി വരുന്ന, രോഗികളിലൂടെ ജനത്തിന്റെ ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി. പ്രാർത്ഥിച്ചു. ഇന്ന് ചിലരെ ജഡത്തെ ജയിച്ചിട്ട് ചിലര് മടങ്ങത്തുള്ളൂ. എന്നോട് ദൈവാത്മാ പറയുന്നു, നിന്റെ ജഡത്തെ ജയിക്കാൻ ബിജോ പാസ്റ്ററെ കൊണ്ട് കഴിയത്തില്ല. നിന്റെ ജഡത്തെ ജയിക്കാൻ ഒരു പ്രവാചകനെ കൊണ്ട് കഴിയത്തില്ല. നിന്റെ ജഡത്തെ നിനക്ക് ജയിക്കണമെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവിക്ക് പകരുണ്ടാകട്ടെ. ചേർന്നൊരാമൻ പറഞ്ഞു. മൂന്നാമത്തത് ക്രിസ്തുവുമായുള്ള ബന്ധം. നിങ്ങൾ എന്റെ വഴി നടപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ
പോൾ പറയുന്നു, എന്റെ വഴി ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ക്രിസ്തു കണക്റ്റഡ് അല്ലാത്ത ഒരു വഴിയും എനിക്കില്ല. ക്രിസ്തു കണക്റ്റഡ് അല്ലാത്ത ഒരു മേഖല എനിക്കില്ല. ഞാൻ സഞ്ചരിക്കുന്ന, ഞാൻ പോകുന്ന ഇടങ്ങളെല്ലാം ക്രിസ്തുവേശുവിൽ കണക്റ്റഡ് ആണ്. ചേർന്ന് രാമൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ബുദ്ധിയിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എന്റെ സ്വന്തം ബുദ്ധിയിലല്ല ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. എന്റെ സ്വന്തം ബുദ്ധിയിലല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അങ്ങനായിരുന്നെങ്കിൽ ഞാൻ ന്യായപ്രമാണം പഠിപ്പിച്ചേനെ. അങ്ങനായിരുന്നെങ്കിൽ ന്യായപ്രമാണം പഠിപ്പിച്ചേനെ. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്നത് ന്യായപ്രമാണമല്ല, നടിച്ചുവർ ഇടിച്ചു കളഞ്ഞെന്ന് ഞാൻ പഠിപ്പിക്കുന്നു. ചേർന്ന് രാമൻ എത്ര പേര് പറയും, ഞാൻ പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തെ സമ്മതിക്കണമെന്നല്ല, നടുച്ചുവരിനെ ഇടിച്ചു കളഞ്ഞെന്ന് ഞാൻ പഠിപ്പിക്കുന്നേ. പരിച്ഛേദന കൊണ്ട് കാര്യമില്ല, അഗ്രചർമ്മം കൊണ്ട് കാര്യമുള്ളൂ. പരിച്ഛേദനപ്പെട്ടിട്ട് കാര്യമുള്ളൂ, അവയം പരിച്ഛേദനപ്പെട്ടിട്ട് കാര്യമില്ല, ശരീരം പരിച്ഛേദനപ്പെട്ടിട്ട് കാര്യമില്ല, എന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ സന്ദർഭത്തിയല്ല, ഇത് ഞാൻ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. ഇതെന്റെ സ്വന്തം ബുദ്ധിയല്ല, ക്രിസ്തുവിന്റെ ബന്ധത്തിൽ നിന്ന് ഞാൻ പ്രാപിച്ചെടുത്തു. ആ വഴിയെ സ്വന്തം ബുദ്ധിയിൽ ഉപദേശം പ്രസംഗിച്ച് ജനത്തെ തെറ്റിക്കാതെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നടന്നു. നാലാമത്തെ കാര്യം അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. ഉപദേശങ്ങളുടെ സമത്വം സഭയോടുള്ള ബന്ധത്തിൽ എന്ന് പറഞ്ഞാൽ പൗലോസ് എല്ലാ സഭയ്ക്കും കൊടുത്ത ഉപദേശം ഒന്ന് തന്നെ. എഫിയസ്യർക്ക് ഒരു ഉപദേശം, ഫിലിപ്പിയർക്ക് വേറെ ഉപദേശം, കോരിന്തിന് വേറെ, അങ്ങനല്ല. പൗലോസ് അടിസ്ഥാനപരമായി സഭയ്ക്ക് കൊടുത്ത ഉപദേശം എല്ലാം ഒന്ന് തന്നെ. ഒരാമൻ പറഞ്ഞേ, ഉപദേശങ്ങളുടെ സമത്വം. എന്താ ഇതിന്റെ അർത്ഥം? കോരിന്ത്യരെ, നിങ്ങൾ കോരിന്ത്യ സഭ എന്നുള്ള ബന്ധത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്ത ഉപദേശമൊന്നും നിങ്ങൾക്കില്ല. ഉപദേശം ഞാൻ വളച്ചൊടിച്ച് നിങ്ങൾക്ക് തരത്തുമില്ല. മറ്റൊരു ഉപദേശം എന്റെ വായിൽ നിങ്ങൾ കേൾക്കത്തുമില്ല. അല്ലെങ്കിൽ സഭകൾക്കെല്ലാം കൊടുക്കാൻ ദൈവം എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പുതിയ നിയമത്തിന്റെ ഉപദേശമാണ്. തടിച്ചുവരിനെ ഇടിച്ചു കളഞ്ഞിട്ട് പുതിയ നിയമം സ്ഥാപിച്ചവന്റെ ഉപദേശമാണ്. ആ ഉപദേശത്തിൽ നിന്ന് വള്ളി പുള്ളി തെറ്റത്തില്ല. അതാണ് വചനത്തിന്റെ പത്യോപദേശം. ഉപദേശത്തിന്റെ സമത്വം അതിന്റെ വഴികളിൽ നിങ്ങൾ നടത്തി. ചേർന്ന് രാമൻ പറഞ്ഞു. ഹല്ലേലൂയ. തന്റെ ജീവിതത്തെ പൗലോസ് അനുകാരികളാകണമെന്ന്, തന്റെ വഴിയെ നടക്കണമെന്ന് പറഞ്ഞതിന്റെ ഒറ്റ കാര്യമേ ഉള്ളൂ. ക്രിസ്തു എന്ന മനുഷ്യൻ ഇവരിലൂടെ വെളിപ്പെടണം. ക്രിസ്തു എന്ന ദൈവപുത്രൻ ഇവരിലൂടെ വെളിപ്പെടും. കോരിന്തിൽ ഞാൻ അങ്ങനൊരു സഭ സ്ഥാപിച്ചത് എന്റെ പേര് വലുതാകാനല്ല, ക്രിസ്തു വെളിപ്പെട്ട് പറയണം. എന്താ ദൂതയുള്ളൂ. സ്തോത്ര ഹല്ലേലൂയ. മാതൃകാപരമായ ഒരു ജീവിത പദ്ധതി. ചേർന്നരാമൻ പറഞ്ഞു. ഒരു നിമിഷം എല്ലാരും ഒന്ന് എഴുന്നേറ്റ്, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് എന്നാട്ടെ. ദൈവത്തിന്റെ തിരുവെഴുത്തിലൂടെ ആത്മാവ് പറയുന്ന ഒരു ദൂതാണ്. മാതൃകാപരമായ ഒരു ജീവിത പദ്ധതി പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കുകയാണ്. എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് നികത്തുവാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്ന് യെസ്. ആരും അശ്രദ്ധയായിട്ട് നിൽക്കരുത്. എല്ലാവരും പ്രാർത്ഥിച്ച്
എല്ലാവരും പ്രാർത്ഥിച്ചേ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എന്റെ താഴ്മയും സ്വഭാവം സ്നേഹം വിശ്വാസ്യത ഹല്ലേലൂയ. പൗലോസ് അത് വെളിപ്പെടുത്തി എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഇതുപോലെ എന്നെ അനുകരിക്കും. എന്റെ വഴികൾ, ജീവിത ശൈലി, എന്റെ ഉപദേശം, ക്രിസ്തുവുമായിട്ടുള്ള എന്റെ ബന്ധം, ഉപദേശ സമത്വം, സഭകളിലെ ഉപദേശ സമത്വം, നിങ്ങൾ ഈ വഴികളിൽ നടക്കുവിൻ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ തോതിലാണ് അനുകാരികളാകുന്ന വിധം, എന്റെ വഴികളെ ആകുന്ന വിധം നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോളെ. നിങ്ങൾക്ക് വേണ്ടി ഒരു മാതൃകാപരമായ ഒരു ജീവിത പദ്ധതി ദൈവം ഒരുക്കുന്നു. എത്ര പേര് പ്രാർത്ഥിക്കും എന്നോട് ചേർന്ന്? എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഇന്ന് പകല് ദൈവാത്മാവ് ഇടപെടുക. ചിലരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിന്റെ അകത്ത് മാതൃകാപരമായ ഒരു ദൈവ പദ്ധതി വെളിപ്പെട്ടു വരണം. നീ ദൈവ പദ്ധതി ഇല്ലാത്ത ആളാണോ? അല്ല. നിന്റെ കുടുംബം ദൈവ പദ്ധതി ഇല്ലാത്തതാണോ? അല്ല. നീയും നിന്റെ ഭവനവും ദൈവ പദ്ധതിയിൽപ്പെട്ടതാണ്. പക്ഷെങ്കിൽ മാതൃകാപരമായ ഒരു ദൈവ പദ്ധതി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നവർ ആത്മനിയോഗത്തോടെ സംബന്ധിക്കുന്നവരാണ്. സൂമിലുള്ളവരും ഇവിടെ വന്നിരിക്കുന്നവരും വെറുതെ വന്നവരല്ല, ആത്മനിയോഗത്തോടെ. പ്രാർത്ഥിച്ചു തുടങ്ങുക. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പദ്ധതി വെളിപ്പെടാൻ പോകുന്നു. എന്നോട് ആത്മാവ് ഇടപെടുക. മനുഷ്യരൊരുക്കുന്ന പദ്ധതിയല്ല, പിശാചൊരുക്കുന്ന പദ്ധതിയല്ല, ദൈവം ഒരുക്കുന്ന ഒരു മാതൃക പദ്ധതി ഈ ഭൂമിയിലൂടെ വരുന്നുണ്ട്. അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇനിയും അടുത്ത് നിൽക്കുന്ന ആരും ശ്രദ്ധിക്കേണ്ട. അന്യഭാഷാവരം പ്രാപിച്ചവർ അന്യഭാഷകളിൽ, കലങ്ങളെ അടിക്കുവാൻ കഴിവുള്ളവർ കലങ്ങളെ പിടിച്ച്, നൃത്തം ചെയ്യുവാൻ കഴിവുള്ളവർ നൃത്തം ചെയ്ത് ദൈവത്തിന്റെ പദ്ധതി നിന്നെ കുറ്റപ്പെടുത്തൽ, നിന്നെ നിർമ്മിച്ചവരുടെ നടുവിൽ, നിന്റെ തലയെ ഉയർത്തുന്ന ഇത് വ്യക്തിപരമാണ്. ഈ ചൂട് വ്യക്തിപരമാണ്. അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്ത് തകർന്ന് ദൈവത്തിന്റെ വെളിപ്പാട് ഇതിനകത്ത് തകർന്ന് മാതൃകാപരമായ ഒരു ജീവിത പദ്ധതി നിങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ജനത്തിന്റെ പൈശാചികത, ജനത്തിന്റെ പൈശാചികത, ആഭിചാരങ്ങൾ, ദൈവശക്തി തുടരെ, ദൈവശക്തി തുടരെ, ദൈവശക്തി തുടരെ, ദൈവശക്തി തുടരെ. നിന്റെ അപമാനമാണ്, നിന്നെ ദുഷിച്ചതിന്റെ പദവി, നിന്റെ തല ഉയരും. ശത്രുക്കളുടെ മുന്നിൽ മോശം ഒരുക്കുന്ന പദ്ധതിയാണ് ദൈവശക്തി പറഞ്ഞു.
ദൈവത്തിന്റെ കടന്നു yes, yes. മാതൃകാപരമായ ഒരു ജീവിത പദ്ധതി ഏറ്റെടുക്കോ 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 നിന്റെ ഭവനത്തെ നിർമ്മിച്ചതിന്റെ നടുവിൽ ഭരിച്ചിട്ടതിന്റെ നടുവിൽ പോഷിച്ചതിന്റെ നടുവിൽ അപമാനത്തെ അഭിവൃദ്ധി ആർത്തികത്തിന്റെ നടുവിൽ നിന്റെ ഭവനിൽ അഴിച്ചുകളാണ് അതിനകത്ത് ഒരു പുതിയ മാതൃകാപരമായ ഒരു ജീവിത പദ്ധതി യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുക. അടിഞ്ഞുപോട്ടെ നീങ്ങളെ ഏറ്റെടുക്കുമ്പോൾ ദൈവസന്നിധി വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി കൊടുക്കൂ. ആത്മാവിന്റെ ശക്തി കൊടുക്കൂ. കൊടുക്കൂ കൊടുക്കൂ കൊടുക്കൂ. ആൾക്കാരും നിയോഗിക്കുന്നത് പോലെ എല്ലാവരും ഇത് ദൈവാത്മാവ് തൊടുക. ദൈവാത്മാവ് തൊടുക. മാതൃകാപരമായ ജീവിത പദ്ധതി വെളിപ്പെടുക. നിങ്ങൾക്ക് മാറ്റുക, ആരോഗ്യത്തെ മാറ്റുക, കൃഷിക്ക് മാറ്റുക. പദ്ധതിയുടെ ജീവിതത്തെ 2026 വെളിപ്പെട്ടുവരണം. വെളിപ്പെട്ടുവരണം.
നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇടുന്നുണ്ട്. ദൈവം ചെയ്യട്ടെ, ചെയ്യട്ടെ, ദൈവം ചെയ്യട്ടെ, ദൈവം ചെയ്യട്ടെ, ദൈവം ചെയ്യട്ടെ. ദൈവ പദ്ധതിയുള്ള ജീവിതം എടുക്കട്ടെ, ദൈവ പദ്ധതിയുള്ള ജീവിതം വെളിപ്പെടട്ടെ, ദൈവ പദ്ധതിയുള്ള ജീവിതം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ചു അന്യ പാഠാവരമോ Udabala, Vidabala, Hantala, Udabala, Vidabala, Vidabala, Udabala, നിന്റെ നിന്നമാണോ അത് വെളിപ്പെടുത്തുമ്പോൾ നിന്റെ അപമാനമാണ് അത് വെളിപ്പെടുത്തുമ്പോൾ ഒരു തിരിക്കാൻ വെളിപ്പെട്ട് വരും. ദൈവാത്മാവ് ഇടപെടുക, ദൈവാത്മാവ് ഇടപെടുക. അത് വെളിപ്പെട്ട് വരുമ്പോൾ മാനവപരമായ ദൈവത്തിന്റെ ജീവിതം പദ്ധതി രാഷ്ട്രീയക്കാരുടെ ജീവിത പദ്ധതിയല്ല, നേതാക്കന്മാരുടെ ജീവിത പദ്ധതിയല്ല, ദൈവത്തിന്റെ ജീവിത പദ്ധതി. ഇന്ന് 2026 നിരക്കുകളുടെ വെള്ളിപ്പെട്ട് വരുമ്പോൾ ഒരു ഗിൽഗാൽ നീ കാണണം, ഒരു ഗിൽഗാൽ നീ കാണണം, ഒരു ഗിൽഗാൽ നീ കാണണം. അർത്ഥപ്രവാദനകശ്വസി എല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾ അല്പനേരം